അല്ല മറ്റേത്. പൊതി വരുന്നു ആഷ്മി, നല്ല ലഡു അവിടെ വിതരണം ചെയ്യുന്നുണ്ട്. ഓക്കെ, റെഡി. കാവി ലഡു അല്ലേ? റെഡി. കാവിയിൽ പൊതിഞ്ഞതായിരിക്കും. റെഡി. ശരണം വിളി. രാഷ്ട്രീയ മുദ്രാവാക്യം ശരണം വിളിക്കുന്നത് ശരിയാണെന്നൊക്കെ ആലോചിക്കട്ടെ. അതൊക്കെ പോട്ടെ. കോഴിക്കോട് എന്തോ പറയുന്നുണ്ട്. ഇപ്പോൾ ആർ ശ്രീലേഖയാണ് തിരുവനന്തപുരത്തെ ശാസ്തമംഗലം വാർഡിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച ആർ ശ്രീലേഖ നമ്മുടെ സംസ്ഥാനത്തെ DGP ആയിരുന്നു. ആർ ശ്രീലേഖ എത്രയോ വർഷക്കാലം സംസ്ഥാന പോലീസ് സർവീസിൽ സേവനമനുഷ്ഠിച്ച അവസാനം റിട്ടയർമെന്റിന് ശേഷം രാഷ്ട്രീയത്തിലേക്ക് കടന്നു. ഇപ്പോൾ ശാസ്തമംഗലം വാർഡിൽ നിന്ന് NDA സ്ഥാനാർത്ഥിയായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അതേ ആർ ശ്രീലേഖ IPS സംസാരിക്കുന്നു. IPS റിട്ടയർഡ്. നമ്മുടെ കേരളത്തിലെ സംബന്ധിച്ചും തിരുവനന്തപുരത്തെ സംബന്ധിച്ചും ഇതൊരു വലിയ വിജയം തന്നെയാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ NDA BJP ഭരിക്കും എന്നത് മാത്രമല്ല, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഇവിടെ വരാൻ പോണു എന്നതിന്റെ അഭിമാനം, ചാരിതാർത്ഥ്യം, അതുപോലെ എല്ലാ ജനങ്ങളോടും നന്ദി. വോട്ട് ചെയ്ത എല്ലാവരോടും, എന്റെ കൂടെ നിന്ന് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ച എല്ലാവരോടും, ശബരിമല ശാസ്താവിനോടും അനന്തപത്മനാഭനോടും ഭഗവാനോടും ശ്രീ പത്മനാഭനോടും എല്ലാവരോടും വളരെ നന്ദി. അത്രയും മാത്രമേ പറയാനുള്ളൂ. നോക്കട്ടെ, ഞാനിപ്പോ കൗൺസിലറാണ്, അത് മാത്രമാണ് ഇപ്പൊ ശ്രദ്ധ. എന്റെ വിവാദങ്ങൾ എല്ലാം തിരിച്ചടിച്ചു എന്നുള്ളതിന്റെ വലിയ തെളിവല്ലേ. ഈവൻ തിരുമലയിൽ വൻ ഭൂരിപക്ഷമല്ലേ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ശരി, അതെ തീർച്ചയായിട്ടും അവിടെയാണ് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം തോന്നുന്നു. 1000 എത്രയോ പരം വോട്ടുകൾക്കല്ലേ ദേവിമാ ജയിച്ചത്. ഞങ്ങൾ എല്ലാവരും ജയിച്ചു വന്നിരിക്കുകയാണ്. അയ്യപ്പൻ രക്ഷിച്ചു. ശരി. വിജയകുമാർ വെള്ളാപ്പള്ളി നടേശന്റെ വാർഡിൽ UDF സ്ഥാനാർത്ഥി ശൈലജ വിജയിച്ചു. മാരാരിക്കുളം വാർഡിലാണ് വെള്ളാപ്പള്ളി നടേശന്റെ വാർഡിൽ. സ്ഥാനാർത്ഥിയെ പറഞ്ഞ് വേറൊരു സ്ഥാനാർത്ഥിയെ വെള്ളാപ്പള്ളി പറഞ്ഞ പ്രകാരം ആ സ്ഥാനാർത്ഥിയെ മാറ്റി വെള്ളാപ്പള്ളി പറഞ്ഞ ആളെ സ്ഥാനം നിർത്തിയെടുത്താണ് അവിടെ UDF ജയിച്ചു. മാത്രമല്ല ഇതിന്റെ അർത്ഥം വെള്ളാപ്പള്ളി പറയുന്നത് കാര്യങ്ങൾ നിൽക്കത്തില്ല, അങ്ങനെ നിൽക്കുന്നില്ലെന്നൊക്കെയുള്ള പൊളിറ്റിക്കൽ ത്രില്ലർ കോഴിക്കോടാണ്. അവിടെ ത്രില്ലർ പോരാട്ടമാണ്, ഒപ്പത്തിനൊപ്പമാണ്. അവിടെ 3 സ്വതന്ത്ര ലീഡ് ചെയ്യുന്നുണ്ട്. അവരായിരിക്കും ഒരുപക്ഷെ കോർപ്പറേഷൻ ആര് ഭരിക്കണം തീരുമാനിക്കുക. അവിടെ സ്വതന്ത്രമാരുണ്ട്, 3 പേര് ലീഡ് ചെയ്യുന്നുണ്ട്. അവർക്ക് വില കൂടി, അവരെ കോഴിക്കോട് പിടിക്കാൻ പറ്റത്തില്ല. വല്ല റിസോർട്ടിൽ പിടിക്കേണ്ടി. കോഴിക്കോട് റിസോർട്ട് രാഷ്ട്രീയം. LDF കോഴിക്കോട് ഇക്കാലം അത്രയും ഇത്തരത്തിലൊരു കൊണണ്ടം നേരിട്ട് വന്നിട്ടേ ഇല്ല. വളരെ സമഗ്ര, വളരെ ആധിപത്യത്തിൽ നിൽക്കൊണ്ടിരുന്ന കോഴിക്കോടാണ് 27-26 എന്ന രീതിയിൽ UDF ശക്തമായി കോഴിക്കോട് തിരിച്ചു വരുന്നത്. ആർക്കും ഭൂരിപക്ഷമില്ല, തൂക്കാണ്. വരികയാണെങ്കിൽ അങ്ങ് വരുമ്പോഴത്തേക്ക് മറ്റേ സ്വതന്ത്രമാര് ഭയങ്കര വില കൂടിയവന്മാരാവും. ഞെട്ടിക്കാൻ നമ്മുടെ PP വരുന്നുണ്ട്. PP പറയുകയാണ് ഇരിങ്ങാലക്കുട നഗരസഭയിൽ UDF ഭരണത്തിലേക്ക് 31 വാർഡുകളിൽ ഫലം പ്രഖ്യാപിച്ചപ്പോൾ 22 വാർഡുകളിൽ UDF വിജയിച്ചു. 5ഇടത്ത് NDA വിജയിച്ചപ്പോൾ 4ഇടത്ത് LDF ജയം നേടി. 43 വാർഡുകളിൽ 12 വാർഡുകളുടെ ഫലം പ്രഖ്യാപിക്കാനുണ്ട് എന്ന് പറയുകയാണ്. PP ജെയിംസ് സാറിന്റെ വാറോലയാണ് ഈ സാധനം. ഇരിങ്ങാലക്കുട നഗരസഭയെ കേരളത്തിലെ സമഗ്ര ചിത്രം UDF-ന് അനുകൂലമാണ് എന്നത് വരുന്നു. മാത്രമല്ല കേരളത്തിലെ ഒരേ ഒരു കോർപ്പറേഷൻ കോഴിക്കോട് മാത്രമാണ് ഇപ്പോൾ LDF ലീഡ് ചെയ്യുന്നത്. അതും ഒരേ ഒരു ആശ്വാസത്തിന് വകയില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.